ദൈവത്തിന് സ്തോത്രം. വീണ്ടും ഒരിക്കൽ കൂടെ കാണുവാൻ വലിയവനായ ദൈവം സഹായിച്ചതിന് ദൈവത്തെ സ്തുതിക്കുന്നു. നാം ഇതുവരെയും ആദിമ സഭയെക്കുറിച്ച് നാം പരിശോധിച്ചു. ദൈവം ആഗ്രഹിക്കുന്ന ഒരു നല്ല സഭയുടെ ലക്ഷണങ്ങളെക്കുറിച്ച് നാം ചിന്തിച്ചു. ഈ കഴിഞ്ഞ നിമിഷങ്ങളിൽ ആധുനിക സഭയുടെ പരാജയങ്ങളെക്കുറിച്ചും ആധുനിക സഭയുടെ അനേകം ദയനീയമായ പ്രത്യേകതകളെക്കുറിച്ചും നാം പരിശോധിച്ചു. ഇതിൽ മൂന്നാമത് ഇന്ന് നാം പരിശോധിക്കുവാനായി പോകുന്നത് ആദിമ സഭയുടെ പരാജയത്തിൽ മൂന്നാമത്തെ കാരണം. അതിനു മുമ്പ് ഒരു ചോദ്യം: ആധുനിക സഭയ്ക്ക് പരാജയം നേരിട്ടോ? ആധുനിക സഭ പരാജയപ്പെട്ടോ? തീർച്ചയായും കഴിഞ്ഞ തവണകളിൽ നാം അതിനെക്കുറിച്ച് സവിസ്തരം കേട്ടു, ചിന്തിച്ചു. തിരുവചനം അതിന് നൽകുന്ന വിശദമായ തെളിവുകളും നാം പരിശോധിച്ചു. ഇപ്പോൾ നാം പുതിയൊരു തെളിവിലേക്ക് കടന്നു പോവുകയാണ്. അതിനു മുമ്പ് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഞങ്ങളെ അളവില്ലാതെ സ്നേഹിക്കുന്ന നാഥ, തിരുനാമത്തിന് നന്ദി. ഞങ്ങളുടെ നിൽപ്പും ജീവിതവും പരിശോധിപ്പാൻ നൽകിത്തന്ന വിലപ്പെട്ട അവസരത്തിനായി സ്തോത്രം നാഥ. ഞങ്ങളെ അനുഗ്രഹിക്കണം, ആശീർവദിക്കണം, ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. വിശുദ്ധ തിരുവചനം നമ്മോട് പറയുന്നത് ആധുനിക സഭ സ്വയം പ്രശംസിക്കുന്ന ഒരു സഭയാണ് എന്നുള്ളതാണ്. ആധുനിക സഭ അങ്ങനെ സ്വയം പ്രശംസിക്കുന്ന ഒരു അപകടത്തിലേക്ക് തരം താണിട്ടുണ്ടോ? പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഒരു വീഴ്ച ആധുനിക സഭയ്ക്ക് സംഭവിച്ചു കഴിഞ്ഞു. സ്വയം പ്രശംസിക്കുക അഥവാ ദുരഭിമാനത്തിൽ നിലനിൽക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു സ്വയം പ്രശംസയിൽ കൂടെ തരം താഴുവാൻ ആധുനിക സഭയ്ക്ക് അങ്ങനെ സാധിച്ചിട്ടുണ്ടോ? നമ്മുടെ പരിശോധന അതിലേക്കാണ്. കാരണം ആധുനിക സഭയിലാണ് നമ്മുടെ നിൽപ്പ്. ഈ ആധുനിക യുഗത്തിലെ സഭയിലാണ് നമ്മുടെ പ്രാർത്ഥന, നമ്മുടെ കൂട്ടായ്മകൾ, നമ്മുടെ ആരാധനകൾ എല്ലാം. നാം പരിശോധിക്കാം. വിശുദ്ധ തിരുവചനത്തിൽ വെളിപ്പാട് പുസ്തകത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ അവിടെ അത്ഭുതകരമായ ഒരു പരാജയത്തെക്കുറിച്ച് പറയുന്നു. നമുക്ക് പരിശോധിക്കാം. വെളിപ്പാട് പുസ്തകം അതിൻ്റെ 2-ാം അധ്യായം 4-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്ന് ഒരു കുറ്റം നിന്നെക്കുറിച്ച് പറയുവാനുണ്ട്. ആരെക്കുറിച്ചാണ് ഈ കുറ്റം പറയുന്നത്? ഏഷ്യയിലെ ഒരു സഭയായ എഫെസോസിലെ സഭയ്ക്ക് ദൈവഹിതത്താൽ ഉണ്ടായ ഒരു വലിയ ദൂതാണ്, അറിയിപ്പാണ് ഈ വാക്യങ്ങളിൽ നാം വായിച്ചത്. എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം, ഇതൊരു പരാജയമല്ലേ? ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നത് എന്തുകൊണ്ട് ഇങ്ങനെയൊരു കുറ്റം ഈ സഭയുടെ മേൽ ആരോപിക്കപ്പെട്ടു? നമുക്കതിനെക്കുറിച്ച് തിരുവചനത്തിൽ നിന്ന് നമുക്ക് ചിന്തിക്കാം. അതിൻ്റെ 2-ാമത്തെ വാക്യം പറയുന്നത്, 2-ാം അധ്യായം 2-ാമത്തെ വാക്യം പറയുന്നത്: ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും സഹിഷ്ണുതയും ദുഷ്ടന്മാരെ നിനക്ക് വഹിക്കുവാൻ കഴിയാത്തതും അപ്പോസ്തലന്മാർ അല്ലാതിരിക്കെ തങ്ങൾ അപ്പോസ്തലന്മാർ എന്ന് പറയുന്നവരെ നീ പരീക്ഷിച്ച് അവർ കള്ളന്മാരാകുന്നു എന്ന് നീ കണ്ടെത്തിയതും നിനക്ക് സഹിഷ്ണുതയുള്ളതും എൻ്റെ നാമനിമിത്തം നീ സഹിച്ചതും തളർന്നു പോകാതിരുന്നതും അറിയുന്നു. എത്ര വലിയ ഗുണങ്ങളാണ് എഫെസോസിലെ സഭയ്ക്ക് ദൈവം കൊടുത്തത്! എത്ര വലിയ ഗുണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്! ഞാൻ നിന്റെ പ്രവൃത്തിയും പ്രയത്നവും എല്ലാം അറിയുന്നു. അപ്പോസ്തലന്മാർ അല്ലാത്ത ഒരു കൂട്ടം ആളുകൾ തങ്ങൾ അപ്പോസ്തലന്മാരാണ് എന്ന് സ്വയം പ്രശംസിച്ചപ്പോൾ നീ അവരെ പരിശോധിച്ചു, അവരുടെ കഴിവുകേടുകളെ കണ്ടെത്തി അവർ കള്ളന്മാരാണെന്ന് നീ തിരിച്ചറിഞ്ഞു. എന്നാൽ ഇത്രയേറെ ഗുണഗണങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഈ സഭയുടെ ഒരു പോരായ്മ ശ്രദ്ധിച്ചേ.
എങ്കിലും നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നൊരു കുറ്റം നിനക്ക് പറയുവാനുണ്ട്. പ്രവാചകന്മാർ ശരിയാണോ തെറ്റാണോ, അവരുടെ ശുശ്രൂഷകൾ ഏവിധമുള്ളതാണ് എന്നുള്ളതെല്ലാം പരിശോധിച്ചു തിരിച്ചറിഞ്ഞു. പോരാഞ്ഞതിനോ സഹിഷ്ണുതയോടുകൂടെ നിലനിന്നു. എത്ര വലിയ സഹിഷ്ണുതയാണ് എഫെസോസിലെ സഭ കാഴ്ചവെച്ചത്! അവരുടെ പ്രവൃത്തിയും പ്രയത്നവുമെല്ലാം ദുഷ്ടന്മാരെ സഹിച്ചുകൂടാൻ വയ്യാഞ്ഞതും എല്ലാം തിരിച്ചറിയുകയാണ്. ഇത്രയേറെ നല്ല പ്രവൃത്തികളും വീര്യപ്രവൃത്തികളും ഒക്കെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്ത സഭയുടെ മേൽ ആരോപിക്കപ്പെട്ട കുറ്റമെന്താ? നിന്റെ ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ളതാണ്. ആദ്യ സ്നേഹം വിട്ടുകളഞ്ഞു എന്നുള്ള ഒരൊറ്റ കാരണത്താൽ തന്നെ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ, എഫെസോസ് സഭ തങ്ങൾ ചെയ്ത വലിയ പ്രയത്നങ്ങളിലൊന്നും പ്രശംസിക്കുവാൻ അവർക്ക് യോഗ്യതയില്ല എന്ന് പറയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞങ്ങൾ വലിയ കാര്യങ്ങൾ ചെയ്തു, ഞങ്ങൾ അനേകരെ പരിശോധിച്ച് കണ്ടെത്തി, വിവേചനത്തിൻ്റെ വരം ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ അനേകം ദൈവത്തിൻ്റെ കൃപകൾ പ്രാപിച്ചവരാണ്, ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്തവരാണ്, ഇതെല്ലാം നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഇത് ആധുനിക സഭയുടെ ഒരു പ്രതിനിധിയാണ് എഫെസോസിലെ സഭ. കാര്യാദികളെല്ലാം ചെയ്യുന്നുണ്ട്, ദൈവത്തിൻ്റെ സ്നേഹത്താൽ വസിക്കുന്നുണ്ട്, ഇതെല്ലാം ശരിയാണ്. എന്നിരുന്നാലും ഒരു ചെറിയ കുറ്റം ആരോപിക്കപ്പെട്ട സ്ഥിതിക്ക് നിന്റെ പ്രശംസയെ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. ഇങ്ങനെ പ്രശംസയെ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആധുനിക സഭയും എഫെസോസിലെ ഈ സഭയും തമ്മിലുള്ള വ്യത്യാസം, ആ വ്യത്യാസം തമ്മിലുള്ള ദൂരം എത്രയാണ്? വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ധാരാളം കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എന്നാൽ ചെറിയ കുറ്റങ്ങൾ ആരോപിക്കപ്പെടുന്ന അവസ്ഥയിലാണ് ആധുനിക സഭ എത്തിച്ചേരുന്നത്. വെളിപ്പാട് പുസ്തകം തന്നെ മറ്റൊരു ഭാഗം നമുക്ക് പരിശോധിക്കാം. ആദിമസഭ പരാജയത്തിലേക്കാണോ പോകുന്നത് എന്ന് ഈ തിരുവചനം വളരെ വ്യക്തമായി നമുക്ക് ദൂത് നൽകുന്നു. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് പറയുന്നു. ഇത് ലവോദിക്കയിലെ സഭയുടെ വാക്കുകളാണ്. ഞാൻ ധനവാൻ, ഞാൻ സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല എന്ന് ലവോദിക്കയിലെ സഭ പറയുകയാണ്. ഞാൻ ധനവാനാണ്, എനിക്ക് ധാരാളമുണ്ട്, അനുഗ്രഹം ധാരാളമുണ്ട്, കൃപകൾ ധാരാളമുണ്ട്, ദൈവസ്നേഹത്തിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളും ധാരാളമാണ് എന്ന് ലവോദിക്കയിലെ സഭ പറയുന്നു. ഒരു കാര്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ ശ്രദ്ധിക്കുക, ആധുനിക സഭയുടെ വാക്കുകൾ ഇതിൽ നിന്ന് എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ധാരാളം കാര്യങ്ങൾ ആധുനിക സഭ ചെയ്യുന്നില്ലേ? എന്നിട്ട് പറയുന്നു, ഞാൻ ധനവാനാണ്, ഞങ്ങൾക്ക് ആത്മീയമായി ഒരു കുറവും സംഭവിച്ചിട്ടില്ല, ഞങ്ങൾ പരാജിതരല്ല, ഞങ്ങൾ ശ്രേഷ്ഠരാണ്, സമൂഹത്തിൽ പ്രഥമ സ്ഥാനീയരാണ് ഞങ്ങൾ, ധാരാളം അവകാശങ്ങൾ ഞങ്ങൾക്കുണ്ട്, എല്ലാ അർത്ഥത്തിലും അളവിലുമുള്ള അധികാരം ഇന്ന് ഞങ്ങളുടെ പക്കലുണ്ട്, ഞങ്ങൾക്കൊന്നിനും ഒരു കുറവില്ല എന്ന് പറയുന്നു. ആത്മീയമായി ഞങ്ങൾ വളരെയേറെ വളർന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവിനെ ഞങ്ങൾ പ്രാപിച്ചിരിക്കുന്നു, പരിശുദ്ധാത്മാവിൻ്റെ കൃപകളിൽ ഞങ്ങൾ ഇന്നും നിലനിൽക്കുകയാണ്. എത്രയോ വൻകാര്യങ്ങളാണ് ഞങ്ങൾ ചെയ്യുന്നത്. ഇത്രയൊക്കെ പറഞ്ഞ് പ്രശംസിക്കുന്ന ആധുനിക സഭയോട് ലവോദിക്ക സഭ തന്നെ ഒരു ദൂത് നൽകുകയാണ്. എന്താണ് ആ ദൂത് എന്നറിയണ്ടേ? ആ തിരുവചനത്തിൽ നാം വായിച്ച വാക്യത്തിൻ്റെ താഴേക്ക് നമുക്ക് നോക്കാം. ഞാൻ ധനവാൻ, സമ്പന്നനായിരിക്കുന്നു, എനിക്കൊന്നിനും മുട്ടില്ല, അവിടെ നിർത്തരുത്, എന്ന് പറഞ്ഞുകൊണ്ട് നീ നിർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനും എന്ന് അറിയാതിരിക്കുകയാണ്. എത്ര ഖേദകരമായ കാര്യമാണിത്. ഞാൻ ധനവാനാണ്, ആത്മീയമായി ഞാൻ വളരെയധികം വളർന്നിരിക്കുന്നു, എൻ്റെ പ്രത്യാശയ്ക്ക് ഭംഗമില്ല, ധാരാളം പ്രവൃത്തികൾ ഞാൻ ചെയ്യുന്നു, സമൂഹത്തിൽ ഉന്നത സ്ഥാനീയനാണ്. എന്നാൽ ഇത്രയേറെ പ്രശംസിക്കുമ്പോഴും ദൈവത്തിൻ്റെ വചനം
ആധുനിക സഭയ്ക്കെതിരെ, നാം ഇന്ന് നിലനിൽക്കുന്ന സഭയ്ക്കെതിരെ വിരൽ ചൂണ്ടുന്നത് ഒരു പരാജയത്തിലേക്കല്ലേ? ആ പരാജയം എന്താണ്? ഞാൻ ധനവാനാണ്, സമ്പന്നനാണ് എന്ന് നീ പറയുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ വചനം പറയുന്നു, നീ ദരിദ്രൻ, നീ അരിഷ്ടനാണ്, പിന്നെയോ നീ നിർഭാഗ്യവാനാണ്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് എന്തു ചെയ്യുന്നു? കുരുടനും നഗ്നനുമാണ് എന്ന് നീ അറിയുന്നേയില്ല എന്ന് തിരുവചനം പറയുന്നു. ഇതൊരു പരാജയത്തിലേക്കല്ലേ വിരൽ ചൂണ്ടുന്നത്? ഈ കഴിഞ്ഞ ഭാഗങ്ങളായി നമ്മൾ ചിന്തിച്ചു വരുന്ന വിഷയം എന്താണ്? ദൈവത്തിൻ്റെ സഭയുടെ അനുഗ്രഹപൂർണമായ പ്രവർത്തനവും ദൈവത്തിൻ്റെ സഭയുടെ ഗുണങ്ങളും ഇന്ന് ആധുനിക സഭയുടെ പരാജയങ്ങളും നാം ചിന്തിക്കുകയാണ്. ആദിമസഭയുടെ പരാജയത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുമ്പോൾ അതെത്ര ദയനീയമായിരിക്കുന്നുവെന്ന് നാം മനസ്സിലാക്കേണ്ടതില്ലേ? ഇവിടെ തിരുവചനം എന്താ പറഞ്ഞത്? ഞാൻ ധനവാനാണ്, ഞാൻ സമ്പന്നനാണ്, എനിക്കെല്ലാം ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ നിൻ്റെ പ്രശംസ എത്രയോ ഖേദകരമാണ് എന്ന് തൊട്ടടുത്ത വാക്യം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ മത്തായി എഴുതിയ സുവിശേഷം അതിൽ 7-ാം അധ്യായം 21-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു, എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ സുവിശേഷത്തിൽ കൂടെ യേശുക്രിസ്തു ഇങ്ങനെ ഒരു വാക്ക് അരുളി ചെയ്തത്? ഇതാരോടാണ് പറഞ്ഞത്? ആരോടാണ് ഈ വാക്ക് യേശു പറഞ്ഞത് എന്ന് പരിശോധിക്കുമ്പോൾ ഇന്നത്തെ സഭയുടെ പൊള്ളത്തരം ഇവിടെ വെളിവാകും. നമുക്ക് ആ വാക്യത്തിൽ താഴേക്ക് 22-ാമത്തെ വാക്യം നമുക്ക് പരിശോധിക്കാം. അവിടെ പറയുന്നു, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവചിക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെയേറെ അത്ഭുതങ്ങളും ചെയ്തിരിക്കുന്നുവല്ലോ. നിന്റെ നാമത്തിൽ ഞങ്ങൾ വളരെയേറെ അത്ഭുതങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾ പ്രവാചകന്മാരാണ്, ഞങ്ങൾ അനേകം കാര്യങ്ങളെ പ്രവചിച്ചിരിക്കുന്നു. നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കിയിരിക്കുന്നു. എത്ര വലിയ കാര്യമാണ് കർത്താവേ ഞങ്ങൾ ചെയ്തത്, എന്നിട്ടും അങ്ങ് ഞങ്ങളെ അറിയുന്നില്ലയോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടർ. അവരോടാണ് യേശു ആദ്യം നാം കേട്ട വാക്യം അതിൽ കൂടെയുള്ള ഉത്തരം പറയുന്നത്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല, എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നത്. അങ്ങനെ ഇഷ്ടം ചെയ്യാത്ത സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുവാൻ യോഗ്യതയില്ലാത്ത എന്തൊക്കെയോ ചില കാരണങ്ങൾ കൊണ്ട് അത് നഷ്ടപ്പെട്ട ചിലരോടല്ലേ യേശുവിൻ്റെ ഈ വാക്ക്? അങ്ങനെ യേശു തികച്ചും സത്യസന്ധമായി കൃത്യമായി ഈ ഉത്തരം നൽകുമ്പോൾ ഈ സഭയുടെ പ്രതിനിധികൾ ഇവിടെ എന്താ പറയുന്നത്? കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ അതിശയങ്ങൾ പ്രവർത്തിച്ചു, നിന്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി, ഞങ്ങൾ ധാരാളം സമയം ആരാധിക്കുന്നവരാണ്, ഞങ്ങൾ ധാരാളം കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യുന്നവരാണ്, ധാരാളം അശരണരെ ഞങ്ങൾ അങ്ങയുടെ മാർഗത്തിലേക്ക് കൊണ്ടുവന്നവരാണ്. അങ്ങനെയുള്ള ഞങ്ങളോട് എന്തുകൊണ്ട് ദൈവമേ നീ ഇങ്ങനെ പറയുന്നു? ഞങ്ങൾ സ്വർഗത്തിന് യോഗ്യരല്ലയോ? യേശു തീർച്ചയായിട്ടും അവർക്ക് നൽകുന്ന ഉത്തരം നാം കേട്ടുകഴിഞ്ഞു. ഭൂതങ്ങളെ പുറത്താക്കിയത് കൊണ്ടോ, അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടോ, അതിശയങ്ങൾ പ്രവർത്തിച്ചത് കൊണ്ടോ ഒരിക്കലും ആരും എന്ത് ചെയ്യുന്നില്ല? സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നില്ല. ആധുനിക സഭയുടെ പരാജയം വ്യക്തമല്ലേ പ്രിയ സ്നേഹിത? ഭൂതങ്ങളെ പുറത്താക്കുന്നു, ആരാധനയിൽ നേരം കളയുന്നു, ഒരുപാട് കാര്യങ്ങളൊക്കെയും ചെയ്യുന്നു. പക്ഷേ പൊള്ളത്തരം നാം മനസ്സിലാക്കുന്നില്ലേ? പരാജയം നാം മനസ്സിലാക്കുന്നില്ലേ? നിൻ്റെ ആത്മപ്രശംസയുടെ പരിമിതി എത്രയോ ഖേദകരമാണ് എന്ന് നാം ചിന്തിക്കുന്നില്ലേ?
നാം ശ്രദ്ധിക്കൂ, ഞാൻ പ്രശംസിക്കുന്നത് എന്താണ്? ആധുനിക സഭയുടെ പ്രശംസ എന്താണ്? ഞാൻ ധനവാനാണ്, ഞാൻ ഉയർന്നിരിക്കുന്നു, എനിക്കൊന്നിനും ഒരു കുറവില്ല. ഞാൻ പ്രവാചകന്മാരെന്ന് പറഞ്ഞു വന്ന പലരെയും ഞാൻ പരിശോധിച്ചു, അവർ കള്ളന്മാരാണെന്ന് ഞാൻ കണ്ടെത്തി. ഞാൻ ഭൂതങ്ങളെ പുറത്താക്കുന്നു, ഞാൻ രോഗികളെ സൗഖ്യമാക്കുന്നു, ഞങ്ങൾ എന്ത് ചെയ്യുന്നു? നിന്റെ നാമത്തിൽ പ്രവചിക്കുന്നു. ഇങ്ങനെയുള്ള വൻ കാര്യങ്ങളൊക്കെയും പറഞ്ഞ് ആധുനിക സഭ മുമ്പോട്ട് പോകുമ്പോൾ, സ്വയം പ്രശംസിക്കുമ്പോൾ, ഞങ്ങൾ യേശു കർത്താവിൻ്റെ ഏറ്റവും അടുത്ത ആളുകളെന്ന് പറഞ്ഞ് അവർ അങ്ങനെ വീമ്പിളക്കുമ്പോൾ, ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി ആധുനിക സഭയുടെ പരാജയത്തെക്കുറിച്ച് വിരൽ ചൂണ്ടുകയല്ലേ? എന്തൊക്കെയാണ് പരാജയങ്ങൾ? നിന്റെ ആദ്യ സ്നേഹം നഷ്ടപ്പെട്ടു പോയി. നീ ധനവാനായിരിക്കുമ്പോൾ തന്നെ നീ ദൗർഭാഗ്യനും അരിഷ്ടനും ദരിദ്രനും കുരുടനും നഗ്നനുമായിരിക്കുന്നു. മാത്രമല്ല, നീ ഭൂതങ്ങളെ പുറത്താക്കുകയും പ്രവചിക്കുകയും ഒക്കെയും ചെയ്യുന്ന സാഹചര്യത്തിലും എൻ്റെ യേശു പറയുന്നു, കർത്താവേ കർത്താവേ എന്നുള്ള വിളി മാത്രമാണ് നിനക്കുള്ളത്, എൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടം നീ ചെയ്യുന്നില്ല എന്നർത്ഥം. ഇങ്ങനെ ചെയ്യേണ്ടത് ചെയ്യാതെ ഞങ്ങൾ എന്തെങ്കിലും ചെയ്തു എന്ന് വരുത്തി തീർക്കുന്ന സാഹചര്യത്തിൽ നിന്നുകൊണ്ട് എന്ത് പ്രശംസിക്കാൻ സാധിക്കും സഭയ്ക്ക്? എന്ത് പ്രശംസയാണ് സഭയ്ക്ക് പറയുവാനുള്ളത്? ഒന്നുമില്ല. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായിട്ട് അതിലേക്ക് വിരൽ ചൂണ്ടുന്നു. എന്താണ് ദൈവത്തിൻ്റെ വചനം അതിലേക്ക് വിരൽ ചൂണ്ടുന്നത്? കാലം മാറി, എല്ലാ വിശ്വാസങ്ങളും തകിടമറിഞ്ഞ അവസ്ഥയിലായിരിക്കുന്നു ലോകം. കപടവേഷധാരികൾ മതസമൂഹങ്ങളെ പിച്ചു ചീന്തുന്ന സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. ഓരോ വ്യക്തികളുടെയും വിശ്വാസം ഇവിടെ പരിശോധിക്കപ്പെടുന്നു, നിലനിൽപ്പ് പരിശോധിക്കപ്പെടുന്നു. വിശ്വാസ ജീവിതം വളരെ ക്ലേശകരമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ദൈവസഭയുടെ പേര് പറഞ്ഞ് സഭകളുടെ അംഗങ്ങളായിട്ടിരിക്കുന്നത്. എന്നാൽ ഇങ്ങനെ അംഗങ്ങളായി തുടരുമ്പോൾ ഈ ആധുനിക സഭയുടെ പൊള്ളത്തരങ്ങളെ ദൈവാത്മാവ് വ്യക്തമായും വിവേചിക്കുകയാണ്. ഈ പൊള്ളത്തരങ്ങളിൽ കൂടെ കടന്നു പോകുന്ന സഭയിൽ നിലനിൽക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരും ചിന്തിക്കേണ്ടത് വളരെ അത്യാവശ്യമല്ലേ? നമ്മുടെ യാത്ര, നമ്മുടെ തിരഞ്ഞെടുപ്പ് വളരെ അപകടത്തിലേക്കല്ലേ യാത്ര ചെയ്യുന്നത്? എന്നിട്ട് നാം എന്ത് ചെയ്യുന്നു? സ്വയം പ്രശംസിക്കുന്നു, ധാരാളം കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് അത് വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നു. അംഗീകാരത്തിനും പ്രശസ്തിക്കും വേണ്ടിയിട്ട് ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നു. ദൈവവചനം വളരെ വ്യക്തമായി നമ്മുടെ ആത്മപ്രശംസയെ ചോദ്യം ചെയ്യുകയാണ് ഇവിടെ. ഞാൻ എല്ലാം ഉണ്ട് എന്ന് പറയുമ്പോഴും എനിക്ക് ഒന്നുമില്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നു. ഇതല്ലേ ആധുനിക സഭയുടെ മുഖമുദ്ര? ഈ മുഖമുദ്രയുമായിട്ട് ഇനി എത്ര നാൾ നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കും? ദൈവത്തിൻ്റെ യഥാർത്ഥ സഭാ സങ്കല്പം എന്ന് പൂവണിയും? എന്ന് ഇത് യാഥാർത്ഥ്യമാകും? ഈ യാഥാർത്ഥ്യത്തെ പിന്തുടരുവാൻ ദൈവവചനത്തിൽ നാം പൂർണ്ണമായും ആശ്രയിച്ചെങ്കിൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ദൈവവചനത്തിൽ കൂടെ അല്ലാതെ സത്യത്തെയും മിഥ്യയെയും തിരിച്ചറിയുവാൻ നമുക്ക് സാധിക്കുകയില്ല. ഈ വിശുദ്ധ വചനം വിധിക്കുന്നതാണ് നീതിയുള്ള വിധി. ഈ വിശുദ്ധ വചനം ഉപദേശിക്കുന്നതാണ് ശരിയായ ഉപദേശം. ഈ വിശുദ്ധ വചനത്തിൻ്റെ ശാസനയാണ് ശരിയായ ശാസന. ഈ തിരുവചന ശാസനയ്ക്കും വിശുദ്ധ വചനത്തിൻ്റെ ഉപദേശത്തിനും വിശുദ്ധ വചനം അനുശാസിക്കുന്ന കാര്യങ്ങളിൽ കൂടെയുള്ള യാത്രയ്ക്കും നാം തയ്യാറെടുത്തില്ലെങ്കിൽ ഈ ലോകത്തിൽ ഏതെങ്കിലും ഒരു സഭയിൽ അംഗമായിരിക്കുന്നത് കൊണ്ട് നമുക്ക് എന്ത് പ്രയോജനമാണുള്ളത്? നമ്മുടെ ആത്മപ്രശംസ എത്രയോ അപകടത്തിലേക്കാണ് എന്ന് തിരുവചനം വളരെ വ്യക്തമായിട്ട് വിരൽ ചൂണ്ടുന്നു. ഇവിടെ പ്രസ്താവിക്കപ്പെട്ട ഏഷ്യയിലെ സഭകളോടുള്ള ദൂത് ഒരുപക്ഷെ ഈ കാലത്തിൽ നമ്മളോടുള്ളതോ എന്ന് ചിലരെങ്കിലും ചിന്തിച്ചേക്കാം. ദൈവത്തിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നത് ഏഷ്യയിലെ സഭയ്ക്ക്
ഇത് സംഭവിച്ചെങ്കിൽ ആധുനിക യുഗത്തിലെ സഭയ്ക്ക് ഇതിനേക്കാൾ എത്രയോ അപകടങ്ങൾ സംഭവിക്കേണ്ടിയിരിക്കുന്നു. ഇത് സംഭവിക്കാതിരിക്കാനുള്ള മുന്നറിയിപ്പാണ് വലിയവനായ ദൈവം നമുക്ക് നൽകുന്നത്. ഈ മുന്നറിയിപ്പുകളെ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുമ്പോട്ട് പോയില്ലെങ്കിൽ, നമ്മുടെ തിരഞ്ഞെടുപ്പ് നാം ഏറ്റവും പ്രായോഗികമായി ചെയ്തില്ലെങ്കിൽ, നമ്മുടെ നിലനിൽപ്പ് അപകടത്തിലല്ലേ? ദയവായി എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഇനി ചിന്തിക്കൂ. നമ്മുടെ സഭാസങ്കല്പം, സഭയോടുള്ള നമ്മുടെ ആത്മാർത്ഥത, നമ്മുടെ ഈ ലോകത്തിലെ സഭയിലെ സ്ഥാനമാനങ്ങൾ, വലിയ ലാഭങ്ങളുണ്ടാക്കുന്ന സ്ഥാനങ്ങൾ ഒക്കെ വെറുതെ ആകുന്ന ഒരു സമയമല്ലേ നമ്മുടെ മുമ്പിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്? ഞാൻ ദീർഘനേരം പ്രാർത്ഥിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് ഇനി പ്രശംസിക്കുവാൻ എനിക്ക് സാധിക്കുമോ? ഞാൻ നന്നായി പ്രസംഗിക്കുന്നവനാണ് എന്ന് പറഞ്ഞ് നമുക്ക് പ്രശംസിക്കാൻ സാധിക്കുമോ? നാം പല കാര്യങ്ങൾ, ദാനധർമ്മങ്ങളൊക്കെയും ചെയ്യുന്നു എന്ന് പറഞ്ഞ് നമുക്കിനി പ്രശംസിക്കുവാൻ സാധിക്കുമോ? ഒരിക്കലും ഈ പ്രശംസയ്ക്ക് ഇനി അർത്ഥമില്ല. നാം എത്ര തന്നെ പ്രശംസിക്കുമ്പോഴും അത് ആത്മപ്രശംസയായി, സ്വയം പ്രശംസയായി, ദുരഭിമാനമായി തീരുവാനുള്ള സാഹചര്യങ്ങൾ ദൈവാത്മാവ് നമ്മെ നോക്കുമ്പോൾ, ദൈവാത്മാവ് നമ്മെ ദർശിക്കുമ്പോൾ പലപ്പോഴും അത് പകൽ പോലെ സുവ്യക്തമാണ്. ഇങ്ങനെ സുവ്യക്തമായിരിക്കുന്ന കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിലനിർത്തിക്കൊണ്ട് നമുക്ക് പ്രശംസിച്ചുകൊണ്ട് ഒരു ക്രിസ്ത്യ ജീവിതം തുടരുവാൻ നമുക്ക് സാധിക്കുമോ? ഒരിക്കലും സാധിക്കില്ല എന്ന് ദൈവത്തിൻ്റെ തിരുവചനം വളരെ വ്യക്തമായി നമ്മോട് പറയുന്നു. ഈ അവസരത്തിൽ ഒരു വലിയ പുനഃപരിശോധനയ്ക്ക് സമയമായിരിക്കുന്നു. ഒരു വലിയ പരിശോധനയ്ക്ക് സമയമായിരിക്കുന്നു. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തകർച്ച മനസ്സിലാക്കുവാൻ ഇതൊരവസരമാണ്. ഈ അവസരം നാം പ്രയോജനപ്പെടുത്തുന്നില്ല എങ്കിൽ ഇനി ഒരു അവസരം ഇതിനു വേണ്ടി നമുക്ക് കാത്തിരിക്കുമോ? നമുക്ക് ചിന്തിച്ച് തന്നെ അതിൻ്റെ ഒരു ഉത്തരം കണ്ടെത്തേണ്ടതാണ്. ഈ അവസരം നാം അത് വിനിയോഗിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം. കർത്താവ് നമ്മെ അതിനായിട്ട് സഹായിക്കട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം നമ്മുടെ ജീവിതത്തിൽ അതെപ്പോഴും തുടരേണ്ടതിന് നാം ദീർഘനാൾ കാത്തിരിക്കുന്നത് കൊണ്ട് അർത്ഥമില്ല. അതിപ്പോഴാണ് അതിൻ്റെ സമയം. ഈ സമയം നമുക്കതിനു വേണ്ടി വിനിയോഗിക്കാം. നമുക്ക് കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ. കാരുണ്യവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ കേട്ട തിരുവചനത്തിനായി ഞങ്ങൾ അങ്ങയെ മഹത്വപ്പെടുത്തുന്നു. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ ദർശനത്താലും അങ്ങയുടെ സാന്നിധ്യത്താലും ഞങ്ങളുടെ ജീവിതങ്ങളെ പരിശോധിപ്പാൻ അങ്ങ് സഹായിക്കണമേ. നന്മകൾ നിറഞ്ഞൊരു ജീവിതം ഞങ്ങൾക്കുണ്ടാകേണ്ടതിന് ഈ ഭൂമിയിലെ ഞങ്ങളുടെ നിലനിൽപ്പും ഞങ്ങളുടെ ജീവിതവും ഓരോ നിമിഷവും പരിശോധിപ്പാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നന്മകളാൽ നിറച്ച് വഴി നടത്തണം. തിരുവചനം കേട്ട ഓരോരുത്തരുടെ മേലും അവിടുത്തെ സാന്നിധ്യം കൂടെ ഇരിക്കണം. മാനവും മഹത്വമെല്ലാം അങ്ങ് തന്നെ എടുക്കണം. ഞങ്ങൾക്കായി ജീവൻ നൽകി തന്ന യേശുവിൻ്റെ ധന്യമായ നാമത്തിൽ അപേക്ഷിക്കുമ്പോൾ വലിയവനായ ദൈവമേ, പ്രാർത്ഥന കേൾക്കുമാറാകണമേ. ആമേൻ.